നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓർമ്മ അവരെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിൽ ഏത് രീതിയിലാണ് കണക്റ്റ് ചെയ്ത് കടന്നു പോകുന്നതെന്നും അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുവാൻ സാധ്യതയുണ്ടോ. കോണ്ടാക്റ്റിലുള്ളവരാണെങ്കിലും ഇപ്പോൾ റൊണാൻഡോ സിറ്റുവേഷൻസിലുള്ളവരാണെങ്കിലും നിങ്ങളുടെ ബന്ധം ഏത് അവസ്ഥയിലാണെങ്കിലും നിങ്ങൾക്ക് പെയിൻഫുൾ എനർജി ആണെങ്കിൽ നിങ്ങളെ അവർ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് പൂർണ്ണതയോടുകൂടി അവർ നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ടോ എന്നൊരു എനർജിയാണ് നോക്കുന്നത്. നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് അവരെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ശരിക്കും എനർജിയെ കണക്റ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്ത് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായാലാണ് നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. കൂടാതെ തന്നെ നമുക്കിതിനകത്ത് പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് വരേണ്ടത് അത് മാനിഫെസ്റ്റേഷൻ എനർജിയോട് കൂടി നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ റിലേഷൻ ഇന്ന വ്യക്തിയുമായിട്ട് ഇന്ന രീതിയിൽ ചേഞ്ചിങ് വന്നു എന്നാണ് പറയാവുള്ളൂ. വരണമെന്നോ വന്നിരുന്നെങ്കിലെന്നോ ഒന്നും പറയരുത്. വന്നതിന് ഞാൻ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുന്ന ഏത് രീതിയിലാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ. അത് പറഞ്ഞ് അഫർമേഷൻസ് എഴുതുക. കൂടാതെ ഗ്രാറ്റിറ്റ്യൂഡുകൂടി പറയുക. തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കി തന്നെ നിങ്ങൾ കണക്റ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. നമ്മളുടെ മനസ്സിനകത്ത് എത്രത്തോളം ഓരോ കാര്യങ്ങൾക്കും ഓരോ നിമിഷത്തിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുവോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക എന്നുകൂടി മനസ്സിലാക്കണം കേട്ടോ. പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നിങ്ങളുടെ കാര്യങ്ങളെ ക്ലിയർ വരുത്തുക. പേഴ്സണൽ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ഉള്ളിലുള്ള സംശയങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടൊരു മറുപടി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കൂടാതെ തന്നെ ബന്ധങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഇതിൻ്റെ ഇടയിൽ മറ്റെന്തെങ്കിലും എനർജികളുടെ പ്രസൻസ് ഉണ്ടായിട്ടുണ്ടോ, പരിഹാരം എന്താണ്, അത് കർമ്മ ബേസിലാണോ അതോ വ്യക്തികളായിട്ടാണോ എന്നെല്ലാം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു എനർജിയാണ് പേഴ്സണൽ റീഡിങ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിനകത്ത് കാണുന്ന എനർജി എന്ന് പറയുന്നത് ഏറ്റവും സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ വന്ന് നിൽക്കുന്നത്. അപ്പം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള അവരുടെ ഓർമ്മകൾ എങ്ങനെയാണെന്ന് നോക്കിയാൽ ഒരു ഒരു ബ്ലോക്കിംഗ് എനർജി ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് 2 സിറ്റുവേഷൻസ് ആയിട്ടാണ്. ഒരു ഇംബാലൻസിങ് എനർജി എന്ന് പറയാം. ആ ഒരു ഇംബാലൻസിങ് കാണുന്നത് പുറമേ ഉള്ള വ്യക്തിയല്ല, ഉള്ളുകൊണ്ട് വളരെയധികം നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ അവർ ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് വളരെ ശക്തമായിട്ട് കുറ്റബോധം അനുഭവിക്കുന്നതായിട്ട് പറയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഒരു തീരുമാനം എടുക്കാത്തതിൽ അവർക്ക് പശ്ചാത്താപം വളരെ ശക്തമായിട്ടുണ്ട്. അവരുടെ മനസ്സാക്ഷി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്, അവരുടെ തെറ്റുകളെ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണെന്നുകൂടി നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പുറമെ അവർ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് അവരുടെ സിറ്റുവേഷൻസിൽ അവരെല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധയോടുകൂടിയും ഹാപ്പി മൊമെൻറ്റ്സോടു കൂടിയൊക്കെയാണ് കടന്നു പോകുന്നതെങ്കിലും അവരുടെ മനസ്സ്, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു മനസ്സാക്ഷി എന്ന് പറയുന്നത് അവരെ വല്ലാതെ വെല്ലുവിളിക്കുന്ന ഒരു എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അവിടെ അവരൊരു ഒരു ബൗണ്ടറി ഇട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കാരണം അവരുടെ മനസ്സിനകത്തുള്ള ആ ഒരു മാനസിക പിരിമുറുക്ക്, അവരനുഭവിക്കുന്ന ഒരു സ്ട്രെസ് എനർജി അവർ പുറത്തേക്ക് കാണിക്കുന്നില്ല. ഒരു പക്ഷേ അവർ കർമ്മയെ ഭയപ്പെടുന്നുണ്ടാവാം. അവർ നിൽക്കുന്ന കംഫർട്ട് സോണിലാണ്, അവർക്ക് വേറെ തട്ടുകേടുകളൊന്നും വരില്ല എന്ന് തോന്നുമ്പോഴും അവരുടെ ഉള്ളിൽ ഭയം നിഴലിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വരാൻ പോകുന്ന ആ ഒരു വിപത്തിനെ കുറിച്ച് അല്ലെങ്കിൽ വരാൻ പോകുന്ന ചില സിറ്റുവേഷൻസിനെ കുറിച്ച് അവർ വല്ലാതെ ആദ്യം അനുഭവിക്കുന്നതായിട്ടും അതുകൂടാതെ തന്നെ അവർ നീതിയുക്തമായിട്ടല്ല കാര്യങ്ങൾ ചെയ്തത്, അവർ അനീതി പ്രവർത്തിച്ചു എന്നുള്ള ആ ഒരു തിരിച്ചറിവും അവരെ വല്ലാതെ പിടിച്ച് ഉലയ്ക്കുന്നതായിട്ടാണ് കാണുന്നത്. മുന്നോട്ടേക്ക് അവർക്ക് ഇനിയും സ്ട്രഗിൾ എനർജിയാണ് കേട്ടോ. ഒരു പക്ഷേ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലയിടങ്ങളിലും പരാജയം നേരിടേണ്ടി വരും. പലരിൽ നിന്നും അവർ നിങ്ങളോട് ചെയ്തതോ നിങ്ങളോട് അവർ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിൽ ഒരു ബ്രേക്കപ്പ് പോലെ പോയിട്ട് നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു പോയവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഒരു പക്ഷേ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുത്താലും
നിങ്ങളുമായിട്ട് ഇവർ കമ്മ്യൂണിക്കേറ്റഡ് ആയാലും, നിങ്ങളുടെ ബന്ധം വളരെ സ്മൂത്ത് ആയാലും തീർച്ചയായിട്ടും അവർ നിങ്ങളോട് ചെയ്തതിൻ്റെ ഫലങ്ങൾ, മുൻ സമയങ്ങളിൽ ചെയ്തതിൻ്റെ ഫലം അവർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും എന്നത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അവർ കർമ്മയെ ഭയപ്പെടുന്നുണ്ട്. വരാൻ പോകുന്ന വെല്ലുവിളികളെ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരിടേണ്ടി വരുമെന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. മാത്രവുമല്ല അവർക്ക് മുന്നിൽ മറ്റ് ചില എനർജികൾ അത് വ്യക്തമാക്കി കൊടുക്കുന്നുമുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളോട് ചിലപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇവർ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതായത് അവിടെ ഒരു വഴക്കിൻ്റെ ആവശ്യമില്ലാഞ്ഞിട്ടും വെറുതെ ഇവർ വഴക്കുകൾ ക്രിയേറ്റ് ചെയ്ത ഒരു ക്യാരക്ടർ എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ബന്ധത്തിൽ നിന്നും പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ മറ്റാരെങ്കിലുമൊക്കെ ഇവർ അവർ പിന്നിൽ നിന്നുകൊണ്ട് മറ്റാരെയൊക്കെയോ നിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റിന് ഇടവരുത്തിയ സിറ്റുവേഷൻസും നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ അവർ ആവശ്യമില്ലാത്ത പല പ്രശ്നങ്ങളും നിങ്ങളുമായിട്ട് ക്രിയേറ്റ് ചെയ്യുകയും അത് കോൺഫ്ലിക്റ്റിൽ അവസാനിപ്പിക്കുകയും നിങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല. അതായത് ഈ ഒരു ബന്ധത്തെ അവർക്ക് ഒരു കംഫോർട്ട് സോൺ ഫീലിങ്സ് ഇല്ല, അവർക്കിതൊരു പോസിറ്റീവായ ബന്ധമായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ വ്യക്തമായിട്ട് അവർ പ്രകടിപ്പിക്കുകയും ചെയ്ത സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അവർ ചെയ്തു പോയതിനെക്കുറിച്ച് ഓർത്ത് അവർക്ക് ശരിക്കും കുറ്റബോധമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അവർ വല്ലാതെ ഇപ്പം ഭയപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അവരുടെ ഉള്ളിൽ അതൊരു അവർ ചെയ്തതിനെക്കുറിച്ചുള്ള ചിന്തകൾ, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെല്ലാം അവർ ക്രിയേറ്റ് ചെയ്തതാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ ഒരു ടൈമിൽ അവർക്കത് വലിയ ഒരു പോസിറ്റീവായിട്ട് അവർ ചെയ്യുന്നത് ശരിയാണെന്നുള്ളൊരു ചിന്ത കൂടി അവരിൽ ഉണ്ടായിരുന്നു എന്നുകൂടിയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ജഡ്ജ്മെൻറ്റിങ് എനർജിയാണ് വന്നിരിക്കുന്നത്. ന്യായം നടപ്പിലാക്കപ്പെടും, അല്ലെങ്കിൽ ന്യായം നടപ്പിലാക്കണമെന്നുള്ളതും അവർ ചിന്തിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അവർ പ്രാർത്ഥിക്കുന്നതായിട്ട് തന്നെ പറയേണ്ടി വരും. നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇമോഷണൽ ഇംബാലൻസിങ് എനർജിയെ ബാലൻസിലേക്ക് എത്തിക്കണമെന്നിപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് പറഞ്ഞില്ല, അവർക്ക് ഫ്യൂച്ചറിലേക്കുള്ള സിറ്റുവേഷൻസിന് അവർ ഭയപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു നീതി അവർക്ക് നിങ്ങൾക്കിടയിലൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജസ്റ്റിസിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് നടപ്പിലാക്കപ്പെടും എന്നുള്ളതിൽ അവർ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അപ്പം അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവരനുഭവിക്കേണ്ടി വരുമെന്നും അതിനു മുമ്പ് തന്നെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, അതായത് നിങ്ങളിലേക്ക് തന്നെ വന്ന് ചേരാൻ സാധിക്കണമെന്നും ഇംബാലൻസ് ആക്കി വെച്ച അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ച പല കാര്യങ്ങളെയും ബാലൻസിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്. അതിനുവേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുമുള്ള എനർജിയാണ്. ഒരു പക്ഷേ അവരത് സൈലൻ്റ് ആയിട്ടായിരിക്കാം അതിൻ്റെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ അവർ ഈ ഒരു കാര്യത്തെ ബാലൻസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ അവർ കൈകാര്യം ചെയ്യണമെന്നതായിട്ടുള്ള എനർജി കൂടി കാണുന്നുണ്ട്. കാരണം അവരിലൊരു മറയുണ്ട്, അവരെ സംബന്ധിച്ചൊരു മറയുണ്ട്. പക്ഷെ അവരതിൻ്റെ പിന്നിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ചിന്തകളിൽ അവർ നിങ്ങളോട് ചിലപ്പോൾ പുറമെ ബിഹേവ് ചെയ്യുന്നത് പോലെ അല്ല, അവരുടെ ഉള്ളുകൊണ്ട് അവർ പല രീതിയിലുള്ള കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. കാരണം കാര്യങ്ങളെ ക്ലാരിറ്റിയിൽ എത്തിക്കണം, കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് പുറത്ത് കടക്കണമെന്ന് അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. ഫോർ ഓഫ് പെന്റിക്കിൾസ് ആണ്, എഫോർട്ട് എടുക്കാൻ തയ്യാറാണ്. അതായത് നിങ്ങളുടെ ഓർമ്മകളെ സംബന്ധിച്ച് അവരൊരു എഫോർട്ട് എടുക്കാമെന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ നിങ്ങളെ വളരെയധികം ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസുമാണ്. ഈ ഒരു റിലേഷനെ ഫ്യൂച്ചറിലേക്കൊരു പോസിറ്റീവായിട്ട് ഒരു സക്സസ് എനർജിയിൽ എത്തിക്കണമെന്നും അവർ കറൻറ്റ്ലി ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല മാരിയേജ് എനർജിയുടെ പ്രസൻസ് സിംഗിളായിട്ടൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ ഒരു വിവാഹം എന്ന ചിന്തയോട് കൂടി ഈ ഒരു ബന്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും അവിടെ നോ കോണ്ടാക്റ്റും പ്രശ്നങ്ങളുമൊക്കെ വന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും മാരിയേജ് എനർജിയെ ബേസ് ചെയ്ത് ഉള്ള ചില കാര്യങ്ങൾ അവർ ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ചിലരെ സംബന്ധിച്ച് വിവാഹ വാഗ്ദാനം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഇവിടെ വെച്ച്
സ്റ്റോപ്പായി പോയിട്ടുള്ള സിറ്റുവേഷൻസുകൾ, അത് ബ്ലോക്കായി പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അവർ ശരിക്കും ചിന്തിക്കുന്നുണ്ട്. മറ്റാരുടെയും പ്രസൻസോട് കൂടിയല്ല, അവരൊറ്റയ്ക്ക് തന്നെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് വരാൻ പോകുന്നത്. കാരണം അവർ ആ ഒരു സാഹചര്യത്തിലേക്ക്, ഒരു ബന്ധത്തെ എത്തിക്കണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് നിങ്ങളോടൊപ്പം പോവാൻ ആഗ്രഹിച്ച മറ്റേതെങ്കിലും രാജ്യത്തേക്കോ മറ്റേതെങ്കിലും സാഹചര്യത്തിലേക്കോ മാറിപ്പോകണമെന്ന് നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയ വ്യക്തികളാണെങ്കിലും അവരതിനു വേണ്ട കാര്യങ്ങൾ തീരുമാനിച്ചെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവർ ഇമോഷണലി ഒരു ബൗണ്ടറി ഉണ്ട്. അവരുടെ എല്ലാ ബന്ധങ്ങളിലും അവരൊരു ബൗണ്ടറി തീർക്കുന്നതായിട്ട് കാണുന്നു. ആ ഒരു ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു പേഴ്സൺ എന്താ പറയുക, ഒരു തീരുമാനങ്ങൾ എടുക്കുന്നു. ആരോടും പറയാതെ അവരായിട്ട് തന്നെ ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു റിലേഷനിൽ ഒരു ഹാപ്പി ഫാമിലി പ്രസൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വളരെയധികം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോട് കൂടി കടന്നു പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആഴത്തിൽ വിശ്വാസത്തോടു കൂടി കണക്ട് ചെയ്ത റിലേഷനിലാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ തകർച്ച സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു റോങ് ഫീലിങ്സ് ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു നിരാശ ബാധിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു റിലേഷനിൽ ഒരു തകർച്ച ഉണ്ടായതിൻ്റെ കാരണം തീർച്ചയായിട്ടും ഒരു നിരാശ ബാധിച്ചതാണ്. അതായത് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ഇതിലേക്ക് ഇൻവോൾവ് ആയി. മറ്റേതെങ്കിലും വ്യക്തികളാവാം, സിറ്റുവേഷൻസുകളാവാം, മറ്റ് ചില കാര്യങ്ങൾ ഇവിടേക്ക് വരികയും ചില നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ എത്രത്തോളം പോസിറ്റീവായിട്ട് പോയോ അത്രത്തോളം അവിടെ ഒരു വീഴ്ച സംഭവിക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വിശ്വാസ വഞ്ചന ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്യപ്പെട്ടു. ഒരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാവാം ആ ഒരു വിശ്വാസ വഞ്ചന ഈ ഒരു ബന്ധത്തിൽ വന്നു ചേർന്നതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ അവരതിൽ നിരാശപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അവരായിട്ട് തന്നെയാണ് ഇതിനെ ഏറ്റവും ഹാപ്പി എനർജിയിൽ കൊണ്ടുപോയതും. നല്ലൊരു ഹാപ്പി ഫാമിലി പോലെ ഏറ്റവും, അതായത് ഇനി ഇതിനപ്പുറത്തേക്ക് ഇനി മറ്റൊന്ന് ചിന്തിക്കണ്ട എന്ന് വിചാരിക്കുന്ന രീതിയിൽ ഒരു ഫിക്സഡ് റിലേഷൻഷിപ്പ്, ഈ ഒരു ബന്ധം പൂർണ്ണതയിൽ എത്തി നിന്നിരുന്ന ബന്ധമാണ്. അവിടെ പെട്ടെന്ന് തന്നെ ഒരു വിള്ളലോ ഒരു തകർച്ച, ഒരു ട്രാജഡി കണക്ട് ചെയ്തു. അത് അവരിൽ നിന്ന് തന്നെ സംഭവിച്ചതാണ് എന്നുള്ളതും അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്കത് സംഭവിച്ച, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഇതൊരു ഫെയിലിയർ ഫീലിങ്സ് വന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ അവർ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്തത്. അതൊരു പക്ഷേ നിങ്ങൾക്കിടയിലുണ്ടായ റിലേഷനിൽ ഒരു സെപ്പറേഷനുള്ള യോഗം വന്നതുകൊണ്ടുമാവാം ആ ഒരു തോട്ട്സ് അവരിലേക്ക് കണക്റ്റഡ് ആയത്. അത്രയും വിശ്വാസത്തോടു കൂടി നിന്ന ബന്ധത്തിൽ അത്രയും ശക്തമാകുന്ന ഒരു അകൽച്ച വരണമെങ്കിൽ അതൊരു കർമ്മ ബേസ് ആയിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം രണ്ടു വ്യക്തികളിലും കുറ്റമില്ലാതിരുന്ന സമയത്താണ് ആ ഒരു വീഴ്ച വന്നതെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഫൈറ്റിംഗ് ആയിരുന്നു. അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ആണ് അവിടെ കൂടുതൽ സംഭവിച്ചത്. ഒരു പക്ഷേ മറ്റെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കിടയിൽ ആവശ്യമില്ലാതെ സംസാരം വലിച്ചിഴച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ ആവാം നിങ്ങൾക്കിടയിൽ ആ ഒരു പ്രശ്നവും പ്രതിസന്ധിയും ഉണ്ടായത് എന്നുള്ളത് അവർ തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു തെറ്റിദ്ധാരണയും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസിനെ എല്ലാം മാറ്റണം. ആ ഒരു എന്താ പറയുക, ഒരു ഇംബാലൻസിങ് എനർജീനെ മാറ്റി ക്ലാരിറ്റിയിൽ എത്തിക്കണം എന്ന് തന്നെ ഇപ്പോൾ കറൻറ്റിലി അവർ ചിന്തിക്കുന്നു. അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ പോയി. ആ ഒരു സമയത്ത്, അതായത് നിങ്ങളും അവർക്കും ഇടയിൽ പ്രശ്നങ്ങൾ വന്ന സമയത്ത് അവരൊന്നാടി ആലോചിച്ച്, അല്ലെങ്കിൽ ഒന്ന് ഉൾവലിഞ്ഞ് നിന്ന് സമാധാനപരമായിട്ടൊരു തീരുമാനം എടുത്താൽ മതിയായിരുന്നു. അവരെടുത്ത തീരുമാനങ്ങളൊക്കെ വലിയ ഒരു കർശനമായ രീതിയിൽ, അല്ലെങ്കിൽ അത് വേണ്ടാത്ത രീതിയിലുള്ള തീരുമാനങ്ങളായി പോയി എന്ന് തന്നെയാണ് അവരുടെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ദ വേൾഡ് കാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെന്ന് പറയുന്ന ഒരു ലോകം തന്നെയാണ് അവരുടെ ഉള്ളിലുള്ളൂ കേട്ടോ. നിങ്ങളെ വളരെ പ്രഷ്യസ് ആയിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളവർക്ക് ഏറ്റവും പോസിറ്റീവായ ഒന്നാണ് എന്ന് തന്നെ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഒരു വേൾഡ് കാർഡിൻ്റെ എനർജി, അതായത് നിങ്ങളാണ് അവരുടെ ലോകം എന്നതും, നിങ്ങളോടൊപ്പം തന്നെ രണ്ടാമതൊരു മുന്നോട്ടേക്ക് പോകണം, എന്ത് പ്രശ്നം വന്നാലും മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതും ഒക്കെ അവർ തീരുമാനിക്കുന്നുണ്ട്. അവരെ കൊണ്ട് പറ്റുന്നത് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ തയ്യാറാകുമെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഒരു മെൻ്റൽ സപ്പോർട്ടായിട്ടോ അവർ ആക്ഷൻ എടുത്താൽ
തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ നിങ്ങളുടെ ബന്ധത്തിലെങ്കിൽ അവർ ആക്ഷൻ എടുക്കുന്നതിനോ മടി കാണിക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷൻസ് വരുന്നുണ്ട്. ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ അവരുടെ ഉള്ളിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജി കൊണ്ട് പറയാൻ സാധിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. സ്നേഹമുണ്ട് നിങ്ങളോടവർക്ക്. വെയിറ്റിംഗ് എനർജിയിലുമാണ് കേട്ടോ. നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ലോങ് ഡിസ്റ്റൻസ് ആണ് എങ്കിൽ അവർ വെയിറ്റിംഗ് ചെയ്യുന്നുമുണ്ട്. സമയമാവട്ടെ എന്നുള്ള രീതിയിൽ വെയിറ്റിംഗ് ചെയ്യുന്നുമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ മറ്റാരെങ്കിലും വ്യക്തിബന്ധങ്ങളായിട്ടോ സാഹചര്യങ്ങളായിട്ടോ ഒക്കെ പ്രതിസന്ധികൾ ഉണ്ട് എങ്കിൽ അതൊന്നും മാറാൻ വേണ്ടിയിട്ട്, ആ ഒരു സമയത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ നിങ്ങൾക്കും ഇടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്താണെങ്കിലും അത് മാറുന്നതിനോടനുബന്ധിച്ച് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻസ് അവർ വളരെ ഫാസ്റ്റായിട്ട് തന്നെ പ്രകടിപ്പിക്കും. അതിനു വേണ്ടിയിട്ട് അവർ വളരെ ഫാസ്റ്റായിട്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കും എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ഓർമ്മയിൽ നിന്നോ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നോ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ മൂവ് ഓൺ ചെയ്തിട്ടില്ല. സാഹചര്യങ്ങളാണ് നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്ത ആ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു ബന്ധത്തെ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നത്. ഒരിക്കലും നിങ്ങളെ ഈ ഒരു പേഴ്സണ് മറന്നു കളയാൻ സാധിക്കുകയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം നിങ്ങൾക്കിടയിൽ അത്രത്തോളം കണക്റ്റഡ് ആകുന്ന ബന്ധങ്ങളുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് വിട്ടുകളയാനോ മറന്നു കളയാനോ പറ്റുന്ന തരത്തിൽ ഒരു റിലേഷൻ അല്ല എന്നുള്ളത് നമുക്ക് ഈ ഒരു എനർജികളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. സമയത്തിൻ്റെ പ്രശ്നങ്ങളാവാം, മറ്റ് ഇമോഷണലി മറ്റു സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാവാം, നിങ്ങളുടെ ബന്ധത്തിൽ ഒരു എൻഡിങ് ഉണ്ടായത്, എവിടെയാണോ നിങ്ങളുടെ റിലേഷൻ അവസാനിച്ചത്, എവിടെയാണോ നിങ്ങളിൽ നിന്നും ഈ ഒരു വ്യക്തിയെ പുറത്തേക്ക് മതിയായി ഒരു ലൈഫിന് വേണ്ട എന്ന് ചിന്തിച്ച് നിങ്ങളിൽ നിന്നും പുറത്ത് കടന്നത്, അതുപോലെ തന്നെ റീബർത്ത് എനർജിയിലേക്ക് ഈ ഒരു ബന്ധം വന്നു ചേരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു തകർച്ച ഒരു ഉയർച്ചയ്ക്ക് കാരണമാകുമെന്ന് പറയുന്ന സിറ്റുവേഷൻസാണ്. നിങ്ങൾ ഈ ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ചെയ്യുക. നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആവും. കാരണം ആ ഒരു പേഴ്സണും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ മാക്സിമം ഹാപ്പി ആയിട്ട് നിങ്ങൾ എവിടെയാണോ നിങ്ങളിപ്പോൾ തൽക്കാലം കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത്, പ്രാധാന്യം കൊടുക്കേണ്ടത്, അവിടെ നിങ്ങൾ കൊടുത്ത് അവരുടെ ഓർമ്മകളെ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുന്നില്ലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ അവരെ ആത്മാർത്ഥമായി സ്നേഹിച്ച് കടന്നു പോവുക. അവരെ ശപിക്കാനോ വെറുക്കാനോ അവരെ കുറ്റം പറയാനോ അപവാദം പറയാനോ ഒന്നും നിങ്ങളുടെ നാവ് ഉപയോഗിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആവും. അവരും നിങ്ങളിൽ സ്വപ്നം കാണുന്നു, റിയാലിറ്റി എനർജിയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നു, ആക്ഷൻ എടുക്കുമെന്നുള്ളതും സത്യം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങളെ ഫോക്കസ് ചെയ്തതുമൊക്കെ തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിന് ഒരു ഇംബാലൻസിങ് എനർജി, കൺഫ്യൂസ്ഡ് എനർജി വന്നതെന്നുള്ളതും ഈ ഒരു റിലേഷനിൽ അത്ര പ്രാധാന്യം കൊടുക്കേണ്ടി വന്നില്ല എന്നുള്ളതുമെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. കുറച്ച് മെച്യൂരിറ്റി വേണമായിരുന്നു, കുറച്ച് കാര്യഗൗരവത്തോടു കൂടി വേണമായിരുന്നു ബന്ധങ്ങളെ കൊണ്ടുപോകാൻ എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. അവർക്ക് അവിടെ ഒരു ബ്ലൈൻഡ് എനർജിയാണ്, ഒരു ഇൻഡിസിഷൻ എനർജി ആയിരുന്നു. അവർക്കൊരു നല്ല ക്ലാരിറ്റി ഇല്ലായിരുന്നു. അവരെല്ലാം ഒരു തമാശ മട്ടിൽ ചിന്തിച്ച്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു ഓവർ കോൺഫിഡൻസ് ആണ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തതെന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരൊരു ഭാഗത്തുനിന്ന് സ്നേഹത്തോട് പെരുമാറിയാലും ചില സമയങ്ങളിൽ അവരെടുത്ത ആക്ഷനുകൾ ബ്ലോക്കേജുകളായിരുന്നു എന്നുള്ളതാണ്. അതായത് സംശയദൃഷ്ടിയോടുകൂടി നോക്കേണ്ടി വരിക, തെറ്റിദ്ധരിക്കപ്പെടുക, കുറ്റപ്പെടുത്തേണ്ടി വരുന്ന സിറ്റുവേഷൻസുകളെല്ലാം നിങ്ങളുടെ ബന്ധത്തിൽ ക്രിയേറ്റ് ചെയ്തത് ഓവർ കോൺഫിഡൻസ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിരിക്കുകയാണ്. അവർ ആലോചിക്കുന്നുണ്ട്, എന്ത് ചെയ്യണമെന്നവർ ആഴത്തിൽ ആലോചിക്കുന്നുണ്ട്. ഒന്നും ചെയ്യാനില്ല, റീയൂണിയൻ പ്രസൻസ് ആണ് നിങ്ങൾക്കുള്ളത്. അതായത് നിങ്ങളിലേക്ക് വന്നു ചേരും, നിങ്ങളിലേക്ക് കാര്യങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ബന്ധത്തിലേക്ക്, അതല്ലെങ്കിൽ തേർഡ് സിറ്റുവേഷൻസ് ആണെങ്കിലും തേർഡ് പാർട്ടി ആണെങ്കിലും എന്ത് കാര്യമായാലും അവിടെ ഒരു ഇംബാലൻസ് ചെയ്ത്
അവിടെ എന്താണോ ചെയ്യേണ്ടത് അതവർ പൂർത്തീകരിച്ച് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. ഈ ഒരു റിലേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്യേണ്ടി വന്നത് കാർമിക് എനർജിയാണ്, കാർമിക് ടൈമാണ്. അതായത് നിങ്ങളുടെ മോശം സമയം തന്നെയാണ് അത്. ആ ഒരു സെപ്പറേഷൻ, ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന സെപ്പറേഷൻ, അതല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ്, നിങ്ങളുടെ റിലേഷനിൽ ഒരു ആത്മസംതൃപ്തി ഇല്ലായ്മ നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പുതിയ തുടക്കത്തിനാണ്, ഒരു തിരിച്ചറിവിനാണ്. രണ്ട് വ്യക്തികളെ സംബന്ധിച്ചും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ബന്ധത്തെ ബേസ് ചെയ്തെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ പീരീഡ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നതെന്നുകൂടി നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സൺറൈസിങ് ആണ് കേട്ടോ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിലേക്ക് വരാൻ പോകുന്നത്. ഹാപ്പി ഫാമിലി എനർജിയാണ്, ലോങ് ടൈം സക്സസ് ആണ്, റിലാക്സ്, വളരെ സമാധാനപരമായിട്ട് ക്ഷമയോടുകൂടിയും സന്തോഷത്തോടു കൂടിയും എല്ലാ അബണ്ടൻസോടു കൂടിയുമുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻസിൻ്റെ ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെയധികം സമാധാനത്തോടും ക്ഷമയോടും ആത്മവിശ്വാസത്തോടും കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക. അവർ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ, ഒരു ബൗണ്ടറി തീർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഭേദിച്ച് കടക്കാൻ ശ്രമിക്കേണ്ട. നിങ്ങൾ ആ ബൗണ്ടറിക്ക് ഇപ്പറ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ കറൻറ്റിലി എവിടെയാണോ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ആ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ബാലൻസ് എല്ലാം പ്രപഞ്ചശക്തി അതിൻ്റേതായ സമയത്ത് കണക്റ്റ് ചെയ്ത് തന്നുകൊള്ളൂ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കേട്ടോ.